PSC പരീക്ഷകളിൽ അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പോയിന്റ് ടു എ പേഴ്സൺസ്. ഇപ്പോൾ കഴിഞ്ഞ റദ്ദ് ചെയ്ത PSC പരീക്ഷയിൽ ഉച്ചയ്ക്ക് നടന്ന സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് റിലേഷൻസ്. അപ്പം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് ഞാൻ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓപ്ഷൻസ് തരാം. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നീട് ഞാൻ അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും തരാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി രാജൻ പറഞ്ഞു, അവൾ എൻ്റെ അച്ഛൻ്റെ ഏക മകൻ്റെ മകളാണ്. ആ സ്ത്രീ രാജനുമായിട്ട് എന്ത് ബന്ധം? സഹോദരി, മകള്, അനന്തരവള്, അമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, A Bയുടെ സഹോദരനാണ്, B Cയുടെ അമ്മയാണ്. എന്നാൽ എക്ക് സി ആരാണ്? ഇതിൽ എക്ക് സി ആരാണെന്നാണ് ചോദിച്ചത്. അപ്പം ആരാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് അത് നോക്കി നോക്കാം. ഇതിൽ എൻ്റെ എന്ന് പറയുന്ന ഒരു സംഭവം ഫസ്റ്റ് സോൾവ് ചെയ്താൽ ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടി സീത പറഞ്ഞു, അവൻ എൻ്റെ അമ്മയുടെ ഏക മകളുടെ ഭർത്താവാണ്. ആ പുരുഷൻ സീതയുമായിട്ട് എന്ത് ബന്ധം? ഓപ്ഷൻ എ സഹോദരൻ, ഓപ്ഷൻ ബി ഭർത്താവ്, സി അച്ഛൻ, ഡി മകൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, പി ക്യൂയുടെ മകനാണ്, ക്യൂ ആറിൻ്റെ മകളാണ്. എന്നാൽ ആറിന് പി ആരാണ്? മകൻ, പേരക്കുട്ടി, സഹോദരൻ, അച്ഛൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഗീത ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ്. ആ പുരുഷൻ ഗീതയുമായിട്ട് എന്ത് ബന്ധം? സൺ, ഹസ്ബൻഡ്, ഫാദർ ഇൻ ലോ, ഫാദർ. 6, A Bയുടെ അച്ഛനാണ്, B Cയുടെ സഹോദരിയാണ്, C Dയുടെ അച്ഛനാണ്. എന്നാൽ എക്ക് ഡി ആരാണ്? മുത്തച്ഛൻ, അച്ഛൻ, അമ്മാവൻ, സഹോദരൻ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനു പറഞ്ഞു, അവൾ എൻ്റെ അച്ഛൻ്റെ മകളുടെ മകളാണ്. ആ സ്ത്രീ അനുവുമായി എന്ത് ബന്ധം? മകൾ, B പേരക്കുട്ടി, C സഹോദരി, D അമ്മ. 8, എക്സ് വൈയുടെ സഹോദരിയാണ്, വൈ സെഡിൻ്റെ അച്ഛനാണ്. എന്നാൽ എക്സിന് സെഡ് ആരാണ്? അമ്മായി, അമ്മ, സഹോദരി, മകൾ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരുൺ പറഞ്ഞു, അവൻ എൻ്റെ അമ്മയുടെ മകൻ്റെ സഹോദരനാണ്. ആ പുരുഷൻ അരുണുമായി എന്ത് ബന്ധം? അച്ഛൻ, സഹോദരൻ, മകൻ, അമ്മാവൻ. നിങ്ങൾക്ക് ഇത് ചിത്രം വരച്ചാലും കിട്ടും. പിന്നെ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടൊന്ന് നോക്കി നോക്കാം. 10, A Bയുടെ ഭാര്യയാണ്, B Cയുടെ മകനാണ്. എന്നാൽ എക്ക് സി ആരാണ്? അമ്മായി, അമ്മ, മകൾ, സഹോദരി, അമ്മ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി നോക്കാം. ജസ്റ്റ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജൻ പറഞ്ഞു, അവൾ എൻ്റെ അച്ഛൻ്റെ ഏക മകൻ്റെ മകളാണ്. ആ സ്ത്രീ രാജനുമായിട്ട് എന്ത് ബന്ധം? അപ്പം രാജൻ്റെ അച്ഛൻ്റെ ഏക മകൻ എന്ന് പറഞ്ഞാൽ രാജൻ തന്നെയാണ്. അപ്പോൾ രാജൻ്റെ മകളെ തന്നെയാണ് ആ സ്ത്രീ. അപ്പോൾ രാജന് ആ സ്ത്രീ ആരാണ്? മകള്. അങ്ങനെ ഓപ്ഷൻ ബി മകള്. ക്വസ്റ്റ്യൻ നമ്പർ 2, A Bയുടെ സഹോദരനാണ്, B Cയുടെ അമ്മയാണ്. എന്നാൽ എക്ക് സി ആരാണ്? അപ്പം B ആണ് സിയുടെ അമ്മ, A എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ്. അപ്പോൾ എക്ക് സി എന്ന് പറയുന്നത് അമ്മാവനായിരിക്കും. അപ്പം എക്ക് സി എന്ന് പറയുന്നത് അമ്മാവൻ. A സിയുടെ ആരാണെന്നാ ചോദ്യം. അപ്പം അമ്മാവൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗീത പറഞ്ഞു, അവൾ എൻ്റെ അമ്മയുടെ ഏക മകളുടെ ഭർത്താവാണ്. ആ പുരുഷൻ ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സീതയാണ് പറയുന്നത്, അവൾ എൻ്റെ അമ്മയുടെ ഏക മകളുടെ ഭർത്താവാണ്. ആ പുരുഷൻ സീതയുമായിട്ട് എന്ത് ബന്ധം? സീതയുടെ അമ്മയുടെ ഏക മകൾ എന്ന് പറഞ്ഞാൽ സീതയാണ്. അപ്പം സീതയുടെ ഭർത്താവാണ് ആ പുരുഷൻ. അപ്പം അതിനാൽ ആ ഒരു പുരുഷൻ എന്ന് പറഞ്ഞത് സീതയുടെ ഭർത്താവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, പി ക്യൂയുടെ മകനാണ്, ക്യൂ ആറിൻ്റെ മകളാണ്. എന്നാൽ ആറിന് പി ആരാണ്? ക്യൂ എന്ന് പറഞ്ഞത് ആറിൻ്റെ മകള്, പി എന്ന് പറഞ്ഞത് ക്യൂവിൻ്റെ മകൻ. ആറെന്ന് വെച്ചാൽ ആറിൻ്റെ മകളുടെ മകനാണ് ആര്? ആറെന്ന് പറയുന്നത് പേരക്കുട്ടിയാണ് ഉത്തരം വരുന്നത്. അപ്പം ആറിൻ്റെ മകളുടെ മകന്, അതുകൊണ്ട് അത് പേരക്കുട്ടിയായിട്ട് വരുന്നത്. പിന്നെ 5, ഗീത ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഹീസ് വൈഫ് ഈസ് ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ആ പുരുഷൻ ഗീതയുമായിട്ട് എന്ത് ബന്ധം? ഗീതയുടെ അച്ഛൻ്റെ ഏക മകള് ഗീതയാണ്. ആ പുരുഷൻ്റെ ഭാര്യ അപ്പോൾ ഗീത തന്നെയാണ്. അതിനാൽ അദ്ദേഹം ഗീതയുടെ ഭർത്താവാണ്. ആ ഒരു പുരുഷൻ എന്ന് വെച്ചാൽ ഗീതയുടെ ഭർത്താവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, A Bയുടെ അച്ഛനാണ്, B Cയുടെ സഹോദരിയാണ്, C Dയുടെ അച്ഛനാണ്. എന്നാൽ എക്ക് ഡി ആരാണ്? അപ്പം ഉത്തരം വരുന്നത് മുത്തച്ഛനാണ്. A Bയുടെ അച്ഛൻ, B Cയുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, A Cയുടെ അച്ഛൻ, C Dയുടെ അച്ഛൻ. അതിനാൽ എക്ക് ഡി എന്ന് പറയുന്നത്
എക്ക് ഡി മുത്തച്ഛനായിട്ടാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനു പറഞ്ഞു, അവൾ എൻ്റെ അച്ഛൻ്റെ മകളുടെ മകളാണ്. ആ സ്ത്രീ അനുവുമായിട്ട് എന്ത് ബന്ധം? അനുവിൻ്റെ അച്ഛൻ്റെ മകൾ അനു തന്നെയാണ്. അപ്പം അനുവിൻ്റെ മകളാണ് ആ സ്ത്രീ. അപ്പോൾ ഉത്തരം വരുന്നത് മകൾ. 8. എക്സ് വൈയുടെ സഹോദരിയാണ്, വൈ സെഡിൻ്റെ അച്ഛനാണ്. എന്നാൽ എക്സിന് സെഡ് ആരാണ്? എക്സ് സെഡിൻ്റെ അച്ഛൻ, എക്സിന് വൈയുടെ സഹോദരിയാണ്. സെഡിൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ അമ്മായി ആയിരിക്കും. ഇത്ര അമ്മായി. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരുൺ പറഞ്ഞു, അവൻ എൻ്റെ അമ്മയുടെ മകൻ്റെ സഹോദരനാണ്. ആ പുരുഷൻ അരുണുമായി എന്ത് ബന്ധം? അപ്പോൾ അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ അരുൺ തന്നെയാണ്. ആ മകൻ്റെ സഹോദരൻ എന്ന് വെച്ചാൽ ആ പുരുഷനാണ്. അപ്പോൾ അതിനാൽ ഈ അരുണിൻ്റെ സഹോദരൻ തന്നെയാണ് ആ ഒരു പുരുഷൻ എന്ന് പറയുന്നത്. 10. എ ബിയുടെ ഭാര്യയാണ്, ബി സിയുടെ മകനാണ്. എന്നാൽ എക്ക് സി ആരാണ്? അപ്പോൾ ഇതിൽ വരുന്നത് അമ്മായി അമ്മ. ബി സിയുടെ മകൻ, എക്ക് ബിയുടെ ഭാര്യ. അപ്പോൾ ബിയുടെ അമ്മയായ സി ആണ് എയുടെ അമ്മായി അമ്മ.